ഹലോ ഗൈസ്, അങ്ങനെ രാവിലെ ആയപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി നിലക്കൽ ഒരു ചായക്കടയിൽ പോയി. അവിടെ നിന്നൊരു ചായയും പറഞ്ഞ് പിന്നെ ഒരു പഴംപൊരിയും പറഞ്ഞു. ഒരു കുഞ്ഞൻ പഴംപൊരിയും ഒരു കുഞ്ഞൻ ചായയും. ഇവിടെ ഫുള്ള് തമിഴന്മാരും കന്നഡക്കാരൊക്കെയാണ്, നിറച്ച് ഓരോ വണ്ടികളാണ് അധികം. അങ്ങനെ 11 മണിയായപ്പോൾ മല കയറിയവർ ഇറങ്ങിയെന്ന് പറഞ്ഞു വിളിച്ച്. അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് പമ്പയിലേക്ക് പോകണം. അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് മെല്ലെ പമ്പയിലേക്ക് പോകണം. അവർ പമ്പയിലേക്ക് എത്താൻ എന്തായാലും 1.5 മണിക്കൂർ സമയമെടുക്കും. അപ്പം ഞാൻ മെല്ലെ അവിടെ ഓരോ സ്ഥലത്ത് സൈഡാക്കി മെല്ലെ അങ്ങോട്ട് പോകാം. അങ്ങനെ അവിടെ നിന്ന് അവരെയും കൂട്ടി മെല്ലെ താഴോട്ട് ഇറങ്ങി അവിടെ ഒരു കടയിൽ കയറി ഞങ്ങളെല്ലാവരും പൊറോട്ടയും കടലക്കറിയും കഴിച്ചു. അവിടെ നിന്ന് വരുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയാണ്. കോടമഞ്ഞും കാടും നല്ല രസമാണ് ഇതിലൂടെ വരാൻ. മല ഇറങ്ങിയ ക്ഷീണത്തിൽ എല്ലാവരും നല്ല ഉറക്കമാണ്. അങ്ങനെ ഒരു പമ്പ് കയറ്റി ഞങ്ങൾ ഡീസലൊക്കെ അടിച്ച് അവിടെ നിന്ന് മെല്ലെ പിന്നെയും വിട്ടു. അവിടുന്ന് ഞങ്ങൾ നേരെ ഏറ്റുമാനൂരേക്ക് വിട്ട്. ശിവൻ്റെ അമ്പലമാണിത്. ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ലേനു. ഇതൊരു വലിയ അമ്പലമാണ്. ഫുള്ള് പൂഴിയാണ് സൈഡിലൊക്കെ. നല്ല രസമുണ്ടായി അതിലൂടെ നടക്കാൻ. അവിടെ നന്ദികേശ് എന്ന് പറഞ്ഞൊരു കാളുണ്ടായിരുന്നു. അതിനെങ്ങനെ കൂട്ടിലാക്കി വെച്ചാൽ അവിടെ നിന്ന് ഞങ്ങൾ നേരെ മള്ളിയൂർ പോയി. മള്ളിയൂർ ഇത് ഗണപതിൻ്റെ അമ്പലമാണ്. ഒരു വൈകുന്നേര സമയത്താണ് അവിടെ എത്തിയത്. അതുകൊണ്ട് നല്ല രസമുണ്ടായി അവിടെ കാണാനും ഇതൊക്കെ. അവിടെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഗണപതിൻ്റെയും ഒരു അപ്പൂപ്പൻ്റെയും പ്രതിമ കാണാം. ഇവിടെ അയ്യപ്പൻ്റെ വിഗ്രഹത്തിൻ്റെ അടുത്ത് മലയ്ക്ക് പോയി വരുന്നവരൊക്കെ ഇവിടെ മാല ഊരിയിട്ട് അവിടെ അങ്ങനെ തൂക്കിയിട്ട് നല്ല രസമുണ്ടായി അത് കാണാൻ. ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ് ഇവിടെ ഒരു അരുവിയോ കുളം എന്തോന്നാണ്. അവിടെ കുറേ സ്വാമിമാരിങ്ങനെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫുള്ള് മാർബിൾ വിരിച്ചാണ്, അമ്പലത്തിൻ്റെ ഫുള്ള് മൊത്തം. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് സമയം പോക്കി. അവിടെ നിന്ന് ഇറങ്ങി തൃപ്പൂണിത്തറ എത്തിയപ്പോൾ ഒരു അമ്പലത്തിൻ്റെ എന്തോ പരിപാടിയാണ്. അവിടെ ഫ്രണ്ടിലെ മരത്തിൽ ഫുൾ ലൈറ്റൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടായി ഇത് കാണാൻ. അങ്ങനെ ഞങ്ങൾ എറണാകുളത്തുള്ള ശ്രീ അഭിരാമി എന്ന് പറഞ്ഞൊരു കടയിൽ കയറി. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്, ഒന്നും കഴിച്ചില്ലെന്ന് മൊത്തം. അങ്ങനെ ഞാനൊരു ഫ്രൈഡ് റൈസ് പറഞ്ഞ് ബാക്കിയുള്ളവർ പൊറോട്ടയും എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങളെല്ലാവരും വയറ് നിറച്ചും കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി നാളെ വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.